Good morning, children. Welcome back to the world of information and communication technology. Let's continue our chapter networking. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡം എന്ന് പറയുന്ന ആ സെക്ഷൻ വരെയാണ് നമ്മൾ എടുത്തത് അല്ലേ, നെറ്റ്വർക്കിങ്ങിൻ്റെ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയർലെസ് നെറ്റ്വർക്ക് എന്നുള്ള ആ ഒരു ടെക്നോളജിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയർലെസ് നെറ്റ്വർക്കിംഗ് അല്ലേ, ബ്ലൂടൂത്ത് അതുപോലെ വൈഫൈ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കൺസെപ്റ്റുകൾ തന്നെയാണ് അല്ലേ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ ആയിട്ട് വായിച്ചാൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നെറ്റ്വർക്കിങ്ങിൻ്റെ കുറച്ച് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഇതൊക്കെ വയേർഡ് ആണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് WAN, വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ നമുക്ക് ആദ്യം ഈ നെറ്റ്വർക്കിൻ്റെ ടൈപ്പ് വെച്ച് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN, LAN. LAN is a system that interconnects computers inside a room or a building. The computer network in your school is an example for this. എന്താണ് LAN? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് LAN എന്നതിൻ്റെ പൂർണ്ണരൂപം. ഒരു കെട്ടിടത്തിനുള്ളിലെയോ ഒരു മുറിക്കുള്ളിലെയോ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് LAN അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നിങ്ങളുടെ സ്കൂൾ ലാബിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇതിനൊരു ഉദാഹരണമാണ്. എന്താണ് LAN എന്നുള്ള ആ ഒരു നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബാണ്. നെക്സ്റ്റ് ഈസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. WAN, WAN. You must have heard about the computer networks of railways and banks. They are spread over the entire country. Such wide networks are WANs. വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ റെയിൽവേ, ബാങ്കുകൾ തുടങ്ങിയവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവയിൽ മിക്കതും രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നവയാണ്. ഇത്തരത്തിൽ വിശാലമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളാണ് വാൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം LAN എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ലാബ് പറയാം, നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് പറയാം. വാൻ എന്ന് പറഞ്ഞാൽ റെയിൽവേ, ബാങ്കുകൾ, അവിടങ്ങളിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ശൃംഖലയാണ്. അവയിൽ മിക്കതും വ്യാപിച്ചെടുക്കുന്നത് ദ എൻറ്റയർ കൺട്രിയാണ്. രാജ്യം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു ശൃംഖലയാണ് വാൻ. അതുപോലെ നമുക്ക് എന്താണ് വയർലെസ് നെറ്റ്വർക്കിംഗ് ഒരു ഡെഫിനേഷനിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. വയർലെസ് നെറ്റ്വർക്ക്, വി ഹാവ് ലേൺ ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് ആർ നോർമലി കണക്റ്റഡ് യൂസിങ് കേബിൾസ്. എന്താണ് സാധാരണയായി കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് കേബിൾ ഉപയോഗിച്ചാണെന്ന് നാം മനസ്സിലാക്കി അല്ലേ. വയർഡ് നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. വയർഡ് നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന ഡിവൈസസ്, ഹബ്ബ്, സ്വിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് വിതൗട്ട് യൂസിങ് കേബിൾസ്. എന്നാൽ കേബിൾ ഉപയോഗിക്കാതെ നെറ്റ്വർക്ക് ചെയ്യുന്നതിനുള്ള സങ്കേതവും നിലവിലുണ്ട്. എന്താണ് കേബിൾ ഉപയോഗിക്കാതെ നെറ്റ്വർക്ക് ചെയ്യുന്നതിനുള്ള സങ്കേതം? വയർലെസ്. യെസ്, ദിസ് മെത്തേഡ് ഈസ് കോൾഡ് വയർലെസ് നെറ്റ്വർക്കിംഗ്. ഇത്തരത്തിൽ കേബിളുകളുടെ സഹായമില്ലാതെ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനമാണ് വയർലെസ് നെറ്റ്വർക്ക്. എന്താണ്? യെസ്, വിതൗട്ട് യൂസിങ് കേബിൾസ് യൂസ് ചെയ്യാതെ കമ്പ്യൂട്ടറുകളും അതിനോടനുബന്ധിച്ചുള്ള അതിൻ്റെ ഉപകരണങ്ങൾ, അതായത് പ്രിൻ്റർ, സ്കാനർ തുടങ്ങിയ ഉപകരണങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇൻ സച്ച് കേസസ് റേഡിയോ ഫ്രീക്വൻസി RF waves are used instead of cables. കേബിളിന് പകരം RF തരംഗങ്ങളാണ് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്.
Electromagnetic waves of high wavelength but causing less harm are used for this purpose. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ, അതുകൊണ്ടുതന്നെ ദോഷം ഏറ്റവും കുറഞ്ഞ റേഡിയോ തരംഗങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിവൈസസ് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് വിത്തൗട്ട് കേബിൾ. കേബിളുകളുടെ സഹായമില്ലാതെ ബന്ധിപ്പിക്കാവുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. എന്തൊക്കെയാണ്? ലാപ്ടോപ്പുകളുണ്ട്, സ്മാർട്ട് ഫോണുകളുണ്ട്, അതുപോലെ കേബിൾസ് ഉണ്ട്, നമ്മുടെ പല ഹെഡ്ഫോൺസ്, ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ്, അതേപോലെ വൈഫൈ വയർലെസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന ഹെഡ്ഫോൺസ് ഉണ്ട്. അങ്ങനെ കുറേ ഡിവൈസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല അല്ലേ. നിങ്ങൾ തന്നെ ഈ ഡിവൈസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയുന്നത്. ഹൗ ടു റെക്കഗ്നൈസ് അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് സെക്ഷൻ. We have become familiar with various kinds of devices used for networking computers. കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളാണ് നാം പരിചയപ്പെട്ടത്. Now let us see how a computer in a network can communicate with another. ഇനി നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായി എങ്ങനെ സംവദിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. Since there are several computers, how can each be identified? ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ഉള്ളതിനാൽ ഓരോന്നിനെയും എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അല്ലേ? അതൊരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്താണ്? ഒരു പ്രദേശത്തെ വീടുകൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഹൗ ഡു വി റെക്കഗ്നൈസ് ഹൗസസ് ഇൻ ആൻ ഏരിയ? എങ്ങനെയാണ്? Won't there be two or more houses having the same house name? ഒന്നിലധികം വീടുകൾക്ക് ഒരേ വീട്ടുപേര് കാണില്ലേ? Can they have the same house number? എന്നാൽ ഒരേ വീട്ടു നമ്പർ ഉണ്ടാവുമോ? ഒരേ വീട്ടു നമ്പർ ഉണ്ടാവില്ല അല്ലേ. ഒരേ വീട്ടുപേരുള്ള ഹൗസ് നെയിമുള്ള വീടുകൾ ഉണ്ടാവും അല്ലേ. പക്ഷേ ഒരേ വീട്ടു നമ്പർ ഉണ്ടാവില്ല. നമുക്ക് എല്ലാവരുടെയും വീടുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൗസ് നമ്പേഴ്സ് ആയിരിക്കും, വീട്ടു നമ്പർ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ബിൽഡിംഗ് നമ്പർ എന്ന് പറയണം. പക്ഷെ ഒരേ പേരുള്ള വീടുകൾ ഉണ്ടാവും. കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക് വിൽ ഹാവ് യുണീക്ക് നമ്പേഴ്സ് ലൈക്ക് ഹൗസ് നമ്പേഴ്സ്. നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ അന്യോന്യം തിരിച്ചറിയുന്നതിനായി വീട്ടു നമ്പർ പോലെ ആവർത്തിക്കപ്പെടാത്ത ഒരു സംഖ്യ ഉപയോഗിക്കും. എന്താണ്? വീട്ടു നമ്പർ ഒരിക്കലും ആവർത്തിക്കുന്നില്ല. അതുപോലെ വീട്ടു നമ്പർ പോലെ ആവർത്തിക്കപ്പെടാത്ത ഒരു സംഖ്യ ഉപയോഗിക്കുന്നു. ദിസ് നമ്പർ ഈസ് കോൾഡ് IP അഡ്രസ്. ഇതിനെ IP അഡ്രസ് എന്ന് പറയുന്നു. ഓക്കെ, IP മീൻസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഓക്കെ, IP അഡ്രസ് മീൻസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ദർ ആർ സം ജനറൽ റൂൾസ് ഓർ പ്രോട്ടോകോൾസ് ഫോർ ഗിവിംഗ് സച്ച് നമ്പേഴ്സ്. ഈ നമ്പർ നൽകുന്നതിന് ചില പൊതു നിയമങ്ങൾ അഥവാ പ്രോട്ടോകോളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ ഒരു ബോക്സിൽ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് പറയാം, നേരത്തേത് മിസ്സായി പോയതാണ്. വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ആർ ടെക്നോളജീസ് യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഗാഡ്ജറ്റ്സ്. ഉപകരണങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന വയർലെസ് സാങ്കേതിക വിദ്യകളാണ് വൈഫൈ, ബ്ലൂടൂത്ത് തുടങ്ങിയവ. റേഡിയോ വേവ്സ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ആർ യൂസ്ഡ് ഫോർ ദീസ് പർപ്പസ്. റേഡിയോ തരംഗങ്ങളിലെ വിവിധ തരംഗദൈർഘ്യമുള്ള തരംഗങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വൈഫൈയും ബ്ലൂടൂത്തിനെ കുറിച്ചും കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലേ. പ്രോട്ടോകോൾ സ്റ്റാൻഡേർഡ്സ്, വേവ് ലെങ്ത്, സ്പീഡ് ആൻഡ് റേഞ്ച് ആർ ഡിഫറെൻറ്റ് ഇൻ ദീസ് ടു ടെക്നോളജീസ്. പ്രോട്ടോകോൾ സ്റ്റാൻഡേർഡ്, തരംഗദൈർഘ്യം, സ്പീഡ് എന്നിവ, എത്തിപ്പെടാവുന്ന ദൂരം എന്നിവ ഓരോന്നിലും വ്യത്യസ്തമാണ് അല്ലേ. വൈഫൈനായിട്ടും കുറച്ച് ലാർജായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് വൈഫൈ. ബ്ലൂടൂത്തിനെക്കാട്ടും ലാർജായിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് വൈഫൈ എന്ന് പറയുന്നത് അല്ലേ. ഇതിന് രണ്ടിനും അടിസ്ഥാനമാക്കിയ ഒരു ബേസ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്.
ആ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്കിത് കണക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ. വൈഫൈ ഇസ് ദ ഷോർട്ട് ഫോം ഓഫ് വയർലെസ് ഫിഡലിറ്റി. വയർലെസ് ഫിഡലിറ്റി എന്നതിൻ്റെ ചുരുക്കരൂപമാണ് വൈഫൈ. An advantage of Bluetooth is that it uses only less power. കുറഞ്ഞ ദൂരത്തിൽ മാത്രം പ്രയോഗിക്കപ്പെടുന്നതിനാൽ വളരെ കുറച്ച് ഊർജ്ജം മാത്രമേ ചെലവാക്കുന്നുള്ളൂ എന്നാണ് ബ്ലൂടൂത്തിൻ്റെ ഒരു മേന്മ എന്നാണ് പറയുന്നത്. An advantage of Bluetooth is that it uses only less power as it is operated only within a very limited range. എല്ലാവർക്കും അറിയാമല്ലേ, ബ്ലൂടൂത്ത് ഒരു ചെറിയ ദൂരത്തിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനേക്കാളും വയർലെസ് ഫിഡലിറ്റി അഥവാ വൈഫൈ എന്ന് പറയുന്നത് കുറച്ചും കൂടി ദൂരം അഥവാ ഇതിൻ്റെ എത്തിപ്പെടാവുന്ന ദൂരം കുറച്ചും കൂടി അധികമാണ് അല്ലേ. വൈഫൈ ഒരു 100 മീറ്റേഴ്സൊക്കെ നമുക്ക് കിട്ടും, പക്ഷെ അത് ബ്ലൂടൂത്ത് ഒരു 10 മീറ്റേഴ്സൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ നിർത്തിയത് പ്രോട്ടോകോൾസ് അല്ലേ, IP അഡ്രസ്. അപ്പം അതിൻ്റെ പ്രോട്ടോകോളിനെ കുറിച്ച് പറയുമ്പോൾ, when computers and networks became widely used, it became necessary to have norms for computer addresses and methods for exchanging information between computers. കമ്പ്യൂട്ടറുകളും നെറ്റ്വർക്കുകളും വ്യാപകമായതോടെ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സിനും കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിനിമയ രീതികൾക്കും ഏകീകരണത്തിൻ്റെ ആവശ്യകത കൈവന്നു. The equipment connected to a network need to follow certain norms with regard to naming and exchanging information. ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ അവയുടെ നാമകരണത്തിനും വിവരങ്ങൾ വിനിമയം ചെയ്യുന്നതിനും ചില പൊതു നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. Such norms are called protocols. ഈ നിയമങ്ങളെ പ്രോട്ടോകോളുകൾ എന്ന് പറയുന്നു. TCP/IP അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയാം. അതേപോലെ SSH എന്ന് പറയുന്നത് സെക്യൂർ ഷെൽ. ഓക്കെ, SSH എന്ന് പറയുന്നത് സെക്യൂർ ഷെൽ പ്രോട്ടോകോൾ. അതേപോലെ SMB സെർവർ മെസ്സേജ് ബ്ലോക്ക്. SMBയുടെ ഫുൾ ഫോം സെർവർ മെസ്സേജ് ബ്ലോക്ക്. ഓക്കെ. നെക്സ്റ്റ് POP മീൻസ് ഫുൾ ഫോം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. ഇതിനൊക്കെ ഫുൾ ഫോംസ് തിയറി സെക്ഷന് കൃത്യമായിട്ട് ചോദിക്കും. ഓക്കെ. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ. IP ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ. SSH സെക്യൂർ ഷെൽ. SECURE സെക്യൂർ. SHELL secure shell. Next is SMB. Okay, server. SERVER server. Message. MESSAGE message. Block. BLOCK server message block. And last is POP. Okay, post. POST post office. OFFICE ഓഫീസ് പ്രോട്ടോകോൾ. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്നിവ ഇത്തരം പ്രോട്ടോകോളുകളാണ് എന്നാണ് പറയുന്നത്. എല്ലാവരും നോട്ട് ചെയ്യുക അതിൻ്റെ ഫുൾ ഫോംസ് ഒക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒരു IP അഡ്രസ്. ദർ ഇസ് എ ബോക്സ് IP അഡ്രസ്. IP address is given to a computer in a network based on the TCP/IP protocol. That is Transmission Control Protocol, Internet Protocol. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് നൽകുന്നത് TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അനുസരിച്ചാണ്. IPv4 and IPv6 are the protocols currently in use. IP വേർഷൻ 4ഉം 6ഉം അതായത് IPv4 IPv6 ആണ് ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോകോളുകൾ. ഓക്കെ. An address of length 32-bit is given to the computer as per IPv4. IPv4 പ്രകാരം IP വേർഷൻ 4 എന്നാണ് IPv4ൻ്റെ എക്സ്പാൻഷൻ. IPv4 പ്രകാരം 32-bit. ഓക്കെ, 32-bit ആണ്. ഓക്കെ, മാറിപ്പോകാൻ പാടില്ല. ബൈറ്റ് അല്ല, ബിറ്റ് ആണ്. 32-bit വലിപ്പമുള്ള അഡ്രസ്സാണ് കമ്പ്യൂട്ടറിന് നൽകുന്നത്.
Okay, it has 4 parts of the size of 8 bits, each separated by a dot. For example, 192.168.1.120. 8 ബിറ്റ് വലിപ്പമുള്ള 4 ഭാഗമാണ് ഇതിനുള്ളത്. ഓരോ ഭാഗത്തെയും ഓരോ ഡോട്ട് ഉപയോഗിച്ച് വേർതിരിക്കും. അതാണ് ഈ ഐ പി അഡ്രസ്സിൻ്റെ ഒരു ജനറൽ സിൻടാക്സ് എന്ന് പറയാം നമുക്ക്. ഇതൊരു ഉദാഹരണം കൊടുത്തിട്ട് 192.168.1.120. ഓക്കെ, അതൊരു ഡോട്ട് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ IPv6 പ്രകാരം നൽകുന്ന അഡ്രസ്സ് 120 ബിറ്റ് വലിപ്പമുള്ളതാണ്. ബട്ട് ദ അഡ്രസ് ഗിവൺ ആസ് പെർ ദ IPv6 വേർഷൻ 6 is the size of 128 bits. IPv4ഉം IPv6ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. IPv4 32 ബിറ്റ് ലെങ്ത് ഉള്ളതാണ്. IPv6 എന്ന് പറയുന്നത് 128 ബിറ്റ് ലെങ്ത് ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5.4 ഡിറ്റർമൈനിങ് IP അഡ്രസ്. IP വിലാസം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. You can find an icon related to a networking on the upper panel of your computer screen. It is known as the applet network. Sorry, not NM network manager applet. NM applet. ഓക്കെ, എന്താണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മുകളിലത്തെ പാനലിൽ ഇതാ ഇവിടെ കാണുന്നുണ്ട് ഒരു വൈഫൈൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്. ഞങ്ങൾ മുകളിലത്തെ പാനൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഒരു ഐക്കൺ ഉണ്ട്. ഈ ഐക്കണിന് നമ്മൾ ഇറ്റ് ഇസ് കോൾഡ് NM applet. ഓക്കെ, നെറ്റ്വർക്ക് മാനേജർ ആപ്ലെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കണക്ഷൻ ഇൻഫോർമേഷൻ എന്നുള്ള ഭാഗം ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്കിവിടെ കണക്ഷൻ ഇൻഫോർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ മെനു കിട്ടും, ഒരു മെസ്സേജ് കിട്ടും. ആ വിൻഡോയിൽ IPv4 IP അഡ്രസ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 192.168.43.246. ഓക്കെ, അതാണ് ഈ നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്വിച്ചിങ്ങിലും ഇതിപ്പോൾ ഓണാക്കി നെറ്റ്വർക്ക് ഓണാക്കി ഓഫ് ചെയ്താൽ ആ IP അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടി അതിനുണ്ട്. നമുക്ക് നോക്കാം. When selecting network cables used for networking are usually known as the standards CAT1. Category 1 എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് CAT1 to CAT7. CAT7 is the short form of Category 7. The data transmission of speed of Category 7 cable can be up to 10 GPS, 10 gigabytes per second. നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കേബിൾ സാധാരണയായി അറിയപ്പെടുന്നത് CAT1 മുതൽ CAT7, CAT1 മുതൽ CAT7 വരെ സ്റ്റാൻഡേർഡുകളിലാണ്. കാറ്റഗറി 7 എന്നതിൻ്റെ ചുരുക്കി എഴുതുന്നതാണ് CAT7. CAT7 കേബിളുകളുടെ ഡാറ്റ കൈമാറാനുള്ള കഴിവ് 10 GPS, ഓക്കെ, 10 GB per second വരെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ IP അഡ്രസ്സ് നോക്കാം. NM applet എടുത്തിട്ട് കണക്ഷൻ ഇൻഫോർമേഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ IP അഡ്രസ്സ് ഇവിടെ കാണാൻ പറ്റും. IPv4 192.168.43.246 ആണ് ഈ അഡ്രസ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ നെറ്റ്വർക്കിങ് എനേബിൾ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് നമ്മൾ ഡിസേബിൾ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഒന്നും കൂടി സ്വിച്ച് ഓൺ ചെയ്തു. ഇനി അങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന IP അഡ്രസ്സ് നേരത്തെ കിട്ടിയത് തന്നെയാണോ നമുക്ക് നോക്കാം. ഇതിവിടെ ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നെറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള ഉള്ളത് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ മാറിയിട്ടില്ല. ഓക്കെ, അത് ചില കേസിൽ മാറും, മിക്കവാറും കേസിൽ അത് മാറും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്.
ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നോക്കാം. ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഐ പി അഡ്രസ്സ് അങ്ങനെ മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? കമ്പ്യൂട്ടർ ഡസൻ ഹാവ് എ കോൺസ്റ്റൻറ്റ് ഐ പി അഡ്രസ് ഇൻ ദിസ് നെറ്റ്വർക്ക്. ഇപ്പോൾ ഞാൻ ഈ നെറ്റ്വർക്ക് ഓൺ ചെയ്തു, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ചേഞ്ച് ആവും അല്ലേ? അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് സ്ഥിരമായിട്ട് ഒരു ഐ പി വിലാസം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈച്ച് ടൈം when a system is connected to a network, it gets an IP address. The technology that gives an IP address automatically is known as Dynamic Host Configuration Protocol (DHCP). Each computer that enters the network is given IP address in that order by DHCP. എന്താണ്? അതായത് ഓരോ തവണ സിസ്റ്റം നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കുമ്പോഴും സ്വമേധയാ ഒരു ഐ പി വിലാസം ലഭ്യമാകുന്നുണ്ട്. ഇത്തരത്തിൽ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം ഐ പി വിലാസം, അതായത് ഓട്ടോമാറ്റിക് ഐ പി അഡ്രസ് ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് DHCP. ആ ഫുൾ ഫോം എല്ലാവരും നോട്ട് ചെയ്യുക: ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, ഡൈനാമിക് ഹോസ്റ്റ് കൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ് DHCP. അതെല്ലാവരും നോട്ട് ചെയ്യുക, തിയറി എക്സാമിന് ചോദിക്കും. അതേപോലെ ഓരോ കമ്പ്യൂട്ടറും പ്രവർത്തന സജ്ജമായി നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കുന്ന ക്രമത്തിലാണ് DHCP കമ്പ്യൂട്ടറുകൾക്ക് ഐ പി വിലാസം നൽകുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിലേക്ക് വേറൊരു സിസ്റ്റം ഉപയോഗിച്ച് എൻ്റർ ചെയ്താൽ ആ നെറ്റ്വർക്ക് അതിലെ ഐ പി അഡ്രസ്സ് വേറെ രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ അത് അടുത്തത് ഐ പി അഡ്രസ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഐ പി അഡ്രസ്സിൻ്റെ ഘടന അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. ഓക്കെ children, see you on next class. Okay, have a good day.